ലഹരിക്കെതിരായ പോലീസിന്റെ പരിശോധന തുടരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിൽ 3000-ത്തിലധികം കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരികയാണ്. ആർ അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, ഈ ക്വാണ്ടിറ്റിയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? പോലീസിന്റെ ഡി ഹണ്ട് അത് കൂടുതൽ ഊർജിതമാക്കാൻ തന്നെയാണോ തീരുമാനം? എത്രത്തോളം ആളുകളെ ഈ പ്രത്യേക ഡ്രൈവിന്റെ ഭാഗമായിട്ട്, ഈ ഡി ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്? കഴിഞ്ഞ ദിവസത്തേക്ക് പരിശോധനയുടെ ഡീറ്റെയിൽസ് എന്താണ്? പ്രജീഷ്, സമീപകാലത്ത് സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങൾ അത് വലിയ തോതിൽ വ്യാപിക്കുകയും പെരുകുകയും ചെയ്യുമ്പോൾ അതിൽ കൂടുതലും ഉൾപ്പെടുന്നത് യുവാക്കളും കൗമാരക്കാരുമാണ് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു പഠനം നടത്തിയത്. ആ പഠനത്തിൽ ഈ കൗമാരക്കാരെയും യുവാക്കളെയും ഒക്കെ ഈ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതിലെ പ്രധാന ഘടകം സിന്തറ്റിക് ഡ്രഗ് ആണ് എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിനുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി 3 മുഖമുള്ള ഒരു യുദ്ധമുഖമാണ് ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെ കേരള പോലീസ് തുറന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ തലം എന്ന് പറയുന്നത് സംസ്ഥാനത്തുള്ള മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികൾ അറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പി ഹണ്ട് ഈ അശ്ലീല വീഡിയോകൾക്കെതിരെ നടത്തിയതുപോലെ അതേ മാതൃകയിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ മിന്നൽ പരിശോധനകൾ ആരംഭിക്കാൻ പോലീസ് തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 22 മുതലാണ് ഈ ഡി ഹണ്ട് ആരംഭിച്ചത്. അത് ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ സിറ്റി പോലീസ് കമ്മീഷണർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും നേതൃത്വത്തിലാണ് ഈ ഡി ഹണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഓരോ ജില്ലകളിലും പ്രത്യേക സ്ക്വാഡുകളെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ഷാഡോ സംഘങ്ങളെ അടക്കം നിയോഗിച്ചുകൊണ്ടാണ് ഈ ഡി ഹണ്ട്. ഇതിനകം തന്നെ ഏതാണ്ട് 3000-ത്തിലധികം മയക്കുമരുന്ന് കേസുകളാണ് ഈ ഡി ഹണ്ടിന്റെ ഭാഗമായി പിടിച്ചത്. അത്രയും തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ സ്ഥിരമായി ഈ മയക്കുമരുന്ന് ബിസിനസ്സിൽ ഏർപ്പെടുന്ന കുറ്റവാളികൾ അവരെ കണ്ടെത്തി, അവരുടെ ഒരു ഡേറ്റ തയ്യാറാക്കി അവരെ കണ്ടെത്തി അവരെ പിറ്റ് NDPS കേസ്, അതായത് കരുതൽ തടങ്കലിലാക്കാനുള്ള നടപടികളിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, ഇതൊരു മയക്കുമരുന്ന് ഉപയോഗം നടത്തുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ മുഴുവൻ ബംഗളൂരു അല്ലെങ്കിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഈ സോഴ്സിനെ തകർക്കുക എന്നുള്ളൊരു നടപടി കൂടി കേരള പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആ സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ചുകൊണ്ടൊരു പോലീസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നൈജീരിയയിൽ നിന്നൊക്കെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഇവിടെ ഈ സ്റ്റേറ്റുകളിൽ തമ്പടിച്ചുകൊണ്ടാണ് ഈ സിന്തറ്റിക് ഡ്രഗ് ഉണ്ടാക്കുന്നത്. ഇനി ആ സോഴ്സിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക്, അതിനുശേഷം ഇതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് പോലീസ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക. അതിനുവേണ്ടി ബോധവൽക്കരണം അടക്കമുള്ള നടപടികളാണ് ആവശ്യം. അതിന് സ്കൂൾ, കോളേജ് കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണങ്ങൾ, മറ്റു വകുപ്പുകൾ ചേർത്തുള്ള ബോധവൽക്കരണം, അതിനുവേണ്ടി മുഖ്യമന്ത്രി അടുത്ത് തന്നെ ഒരു യോഗം വിളിക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പ്രജീഷ്.